ക്യാൻവാസ് വെട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്ലർ യൂസ് ചെയ്താൽ മതി. 4 പാടും അങ്ങ് അടിക്കുക. അപ്പോൾ ഇതില്ലാത്തവർ സാധാരണ പിന്ന് വെച്ചാണെങ്കിലും സെക്യൂർ ചെയ്താൽ മതി. ക്യാൻവാസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്, കൃത്യം എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. നമ്മൾ അടിച്ച് തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്തോ ഒരു 4 ഇഞ്ച് വ്യത്യാസം കൊടുക്കുമല്ലോ. പക്ഷേ ക്യാൻവാസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത് വേണ്ടത് അത് തന്നെ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താണോ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് അത് അങ്ങനെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് നെക്കിൻ്റെ വൈഡിൻ്റെ കാര്യവും. നെക്കിൻ്റെ വൈഡ് എത്രയാണോ നമുക്ക് വേണ്ടത് ആ വൈഡ് തന്നെ ഇവിടെ കൊടുക്കുക. നെക്കിൻ്റെ പാറ്റേൺ എന്താണോ അത് കൃത്യമായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം 3/4 ഇഞ്ചോ 1 ഇഞ്ചോ സ്പേസ് ഇട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ ഉള്ളിലെ വശം നമ്മൾ മാർക്ക് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കട്ടായി പോവാതെ അവിടെ ഒരു പാലം പോലെ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലെ വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഈ മുകളിലെ 1/2 ഇഞ്ച്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ.